സർക്കാർ ഉദ്യോഗസ്ഥന്റെ അനധികൃത സമ്പാദ്യം കേട്ടാൽ നമ്മൾ എല്ലാവരും ഞെട്ടും. തെലങ്കാന റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് 100 കോടി രൂപയുടെ അനധികൃത സ്വത്താണ് പിടികൂടിയത്. റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്ന് പാരിതോഷികമായി വാങ്ങിയതാണ് പിടികൂടിയ സ്വർണവും സ്വത്തുക്കളുമെന്നാണ് അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ കണക്കുകൂട്ടൽ. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ പരിശോധനയിൽ നിരത്തി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. സ്വർണവും വില കൂടിയ വാച്ചുകളും പണക്കെട്ടുകളും ഒക്കെ ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ട്. ആര്യ, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് 2 കിലോ സ്വർണം, 60 ആഡംബര വാച്ചുകൾ, 40 ലക്ഷം രൂപയുടെ കറൻസി, ഭൂമിയുടെ രേഖകൾ, ബാങ്ക് ഡിപ്പോസിറ്റിന്റെ രേഖകൾ, അങ്ങനെ ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ഒരു നിക്ഷേപങ്ങളാണ് ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. തെലങ്കാന റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ശിവ ബാലകൃഷ്ണയും അതുമായി ബന്ധപ്പെട്ട 20 സ്ഥലങ്ങളിലുമാണ് ഇങ്ങനെ റെയ്ഡ് അഴിമതി വിരുദ്ധ ബ്യൂറോ നടത്തിയത്. നിലവിൽ ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി പ്ലാനിംഗ് ഡയറക്ടറാണ് ശിവ. ഏതായാലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് കമ്പനികളിൽ നിന്ന് പാരിതോഷികമായിട്ട് വാങ്ങിയതാണ് ഈ തുക അത്രയും എന്നാണ് അഴിമതി വിരുദ്ധ ബ്യൂറോ പറയുന്നത്. ഇന്നലെ തുടങ്ങിയ റെയ്ഡ്, ഇന്നലെ രാവിലെ തുടങ്ങിയ റെയ്ഡുകൾ രാത്രിയോളം തുടർന്നു. അതിനുശേഷം ഇന്നും ഇതിന്റെ പരിശോധനകൾ തുടരുകയാണ്. ഇതിന്റെ അവസാനമാകുമ്പോഴേക്കും കൂടുതൽ തുക, ഏതാണ്ട് 100 കോടിയുടെ സ്വത്തുകൾ, അനധികൃത സ്വത്ത് ഇതുവരെ കണ്ടെത്തി. ഇത് പരിശോധന പൂർത്തിയാകുമ്പോഴേക്കും കൂടുതൽ അനധികൃത സ്വത്തും കണ്ടെടുക്കുമെന്നുള്ളതാണ് അഴിമതി വിരുദ്ധ ബ്യൂറോ അറിയിക്കുന്നത്. ഏതായാലും മുൻ സർക്കാരിന്റെ കാലത്ത് അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി കടുപ്പിക്കുമെന്ന് രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ ഈ പരിശോധന. ശരി.